എല്ലാവർക്കും നമസ്കാരം. രാധാസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല സൂപ്പർ ഒരു കറിയാണ്. ഇത് കണ്ടിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഇതേപോലെ ഉണ്ടാക്കി കഴിക്കണം. ഞാൻ പറയുന്നത് ഇതെന്നും കഴിക്കണമെന്നാണ് പറയുന്നത്. നമ്മുടെ ശ്വാസകോശത്തിന് ഒരുപാട് നല്ലതാണിത് കഴിച്ചാൽ. 1 ടീസ്പൂൺ നിറച്ച് കുരുമുളക്, 1/2 ടീസ്പൂൺ ജീരകം, കുറച്ച് നമ്മുടെ കരിയാപ്പര, 1 ഉണക്കമുളക്, 1 പച്ചമുളക് എരിവുള്ളത്. ഇതിനെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ച് കഴിഞ്ഞപ്പോൾ ദേ ഇങ്ങനെ കിട്ടും, കണ്ടോ? മതി. ചീനിച്ചട്ടി വെച്ചു, അത് നന്നായിട്ട് ചൂടായി. അപ്പോൾ 1 ടേബിൾ സ്പൂണ് എണ്ണ, ഇഷ്ടമുള്ള എണ്ണ ഒഴിച്ചാട്ട് കേട്ടോ. കുറച്ച് ഉലുവ, വളരെ കുറച്ച്. ദേ 1/2 ടീസ്പൂൺ കടുക് പൊട്ടുകയും ചെയ്യും, ഉലുവ മൂക്കുകയും ചെയ്തോളൂ. 1 ടീസ്പൂൺ നമ്മളുടെ ഉഴുന്ന് പരിപ്പ്, ഒരു 10 കഷ്ണം വെളുത്തുള്ളി തൊണ്ട് കളഞ്ഞിട്ട് അതിനെ ഒന്ന് ചതച്ചെടുക്കണം. അതും കൂടെ ഈ മൂക്കുന്നതിനകത്തിൽ നമ്മളൊന്ന് ഇട്ട് കൊടുക്കുക. കറിവേപ്പിലയും കൂടെ ഇട്ടു. ഇതൊരുമാതിരി ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി കരിയണ്ട. അതുപോലെ മീഡിയത്തിലിട്ട് എല്ലാം ചെയ്യാവൂ. കണ്ട മെറൂണായി. അന്നേരം നമ്മൾ കായത്തിൻ്റെ പൊടി നമ്മളുടെ ആവശ്യത്തിന്, അത് ഒരു 1/2 സ്പൂണെങ്കിലും വേണം കേട്ടോ. ഞാനതുകൊണ്ട് അത് കൊട്ടിയിടും. 1/2 സ്പൂണ്, വളരെ കുറച്ച്, ഒരു 1/2 സ്പൂണ് പോലും ഇല്ല കേട്ടോ മഞ്ഞൾപ്പൊടി. നമ്മളുടെ ഇന്നത്തെ കറിക്ക് വേണ്ടി മെയിനായിട്ട് വേണ്ടത് തക്കാളിയാണ്. അപ്പം തക്കാളിനെ 4 എണ്ണം എടുത്തു. കുറച്ച് വെള്ളം, അതൊരു 200 ml വെള്ളം അതിനകത്തോട്ടിട്ടിട്ട് ഒന്ന് തിളപ്പിക്കും. അടപ്പ് വേണമെങ്കിൽ ഒന്ന് വെച്ചിട്ടൊന്ന് മൂടി തിളപ്പിക്കാം. ഇതിപ്പം ആയി വരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരാം. അത് കഴിഞ്ഞ് പറഞ്ഞു തരാം എങ്ങനെയാണ് കറി വെക്കുന്നതെന്ന് കേട്ടോ. അടച്ചു വെച്ചു. എന്നിട്ട് 5 മിനിറ്റ് വെന്തു. അത് കഴിഞ്ഞ് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അടപ്പെടുത്ത് മാറ്റി, കണ്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ബാക്കി കാണിച്ചു തരാം. പക്ഷേ ഈ തക്കാളി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്വാസകോശത്തിന് നല്ല സാധനമാണ്. നമ്മുടെ ശ്വാസകോശം നല്ലതാക്കാൻ വേണ്ടി മത്തങ്ങ, തക്കാളി ഇതൊക്കെ കഴിച്ചിരിക്കണം. തക്കാളീനെ ഞാൻ തിളച്ച വെള്ളത്തിൽ നിന്ന് കോരിയെടുത്തു. വെള്ളം കളയരുത്. ഈ വെള്ളം നമുക്ക് ഉപയോഗത്തിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ എനിക്ക് തക്കാളിയെ പറ്റി ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മൾ തക്കാളി മേടിക്കും, എല്ലാ കറിക്കും തക്കാളി എന്നൊക്കെ പറഞ്ഞാൽ നമുക്കില്ലാതെ പറ്റത്തില്ല, മേടിച്ചേ പറ്റൂ. അന്നേരം എന്ത് വേണം, നല്ലതുപോലെ ഒരു മണിക്കൂർ നേരം കുറേ തക്കാളി മേടിച്ചിട്ട് ഒന്നിച്ചങ്ങ് വെള്ളത്തിലിടണം. എന്നിട്ട് കുറേ നേരം കഴിഞ്ഞിട്ട് അതിനെ ഉലച്ച് തേച്ച് കഴിയുന്ന നേരത്ത് ആ വെള്ളത്തിൽ ഒരു 1/2 സ്പൂൺ വിനാഗറും കൂടെ ഒഴിച്ച് അവിടെ ഇടണം. എന്നിട്ട് ഉലച്ച് തേച്ച് കഴുകി എടുത്ത് തുടച്ച് ഫ്രിഡ്ജിൽ കൊണ്ട് വെക്കുക. കുറേ നാൾ ഇരിക്കുകയും ചെയ്യും. ആ വിനാഗറിൻ്റെ ശക്തി കൊണ്ട് വിഷാംശമൊക്കെ മാറിക്കിട്ടും. അതുകൊണ്ട് അങ്ങനെ വേണം തക്കാളി എടുക്കാൻ കേട്ടോ. തക്കാളി നമ്മളൊന്ന് വേവിച്ചപ്പോൾ ഇതിൻ്റെ തൊലി ഇങ്ങനെ പൊളിച്ചെടുക്കാൻ വേണ്ടിയാണ്, കണ്ടോ. ഞാൻ മിക്സിയുടെ ജാറെടുത്തു. തൊണ്ട് കളഞ്ഞ് വെച്ച് 4 എണ്ണം ഇതിനകത്ത് ഇട്ടു. എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളം ഉണ്ടല്ലോ, ഇതിനെ നമ്മൾ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെച്ച വെള്ളം ഇതിനെയും കൂടെ ചൂടാറിയിട്ട്, കണ്ടോ, ചൂടാറി. അപ്പം നമ്മൾ ഈ തക്കാളി വാട്ടിയ വെള്ളം ഉണ്ടല്ലോ, മൊത്തം നമ്മൾ ഒഴിക്കണ്ട. വേണം നമുക്ക് മൊത്തം. പക്ഷേ മിക്സിയുടെ ജാറിലിട്ട് അരയ്ക്കാൻ നേരത്തെ പകുതി ഒഴിച്ചിട്ട് അരയ്ക്കാം. എന്നിട്ട് പിന്നെ നമുക്ക് കൂട്ടിച്ചേർക്കാം വെള്ളം. നന്നായിട്ട് അടിച്ചെടുത്തു. നമ്മൾ അരച്ച് വെച്ച തക്കാളി ഉണ്ടല്ലോ, അതിനെ ഇതിനകത്തോട്ടൊന്ന് ഒഴിക്കുകയാണ്. നമ്മളെ പൊടിച്ച് വെച്ച പൊടിയില്ലേ, അതിനെ അങ്ങോട്ടൊന്ന് ഇട്ടിട്ട് ഒരു നെല്ലിക്കയുടെ അത്രയും വാളംപുളി എടുത്തു. എന്നിട്ട് അതിനെ വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് കുഴച്ച് ആ വെള്ളം കൂടി ഇതിനകത്തിൽ ഒഴിക്കുക കേട്ടോ. 1 ടീസ്പൂൺ ഉപ്പിടാം. എന്നിട്ട് നമുക്ക് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ പിന്നെ ചേർക്കാം. തക്കാളി വേവിച്ച വെള്ളവും പുളിയുടെ വെള്ളവും അല്ലാതെയുള്ള വെള്ളവും എല്ലാം കൂടെ നമ്മൾ ഒരു 1/2 ലിറ്ററുമേ നിർത്തിക്കണം ടോട്ടൽ. കുറച്ച് മല്ലിയില കഴുകി കട്ട് ചെയ്തത് അതിനെയും കൂടെ ഒന്ന് ഇട്ടു. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇതിനെ ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പായിട്ടൊരു കാര്യം, ഒരു ലേശം കരിപ്പെട്ടി ചക്കരയാണ്. അപ്പോൾ അതിനെ നമ്മൾ പഞ്ചസാര ഒന്നും തൊട്ടിട്ടില്ല. അപ്പോൾ ഡയബറ്റീസ് ഉള്ളവർക്കും കഴിക്കാം. ഒരു വളരെ കുറവ്, എന്നാലേ ഇതിന് ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. നമ്മളുടെ രസം റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. പാത്രത്തിലോട്ട് ഒഴിക്കുവാണ്.
ഞാനൊരു കാര്യം പറയാം, സത്യമാണ് ഞാൻ പറയുന്നത്. ഇതൊന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കിക്കേ, ഭയങ്കര ടേസ്റ്റാണ്. നമുക്ക് എന്നും ഉണ്ടാക്കി കഴിക്കാൻ തോന്നും, അത്ര ടേസ്റ്റാണ് ഇതിന്. ആ എൻ്റെ ചാനലിനെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും എനിക്ക് വേണ്ടി ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ഒന്ന് ചെയ്യണം.